ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൂരിയാണ്. പൂരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് മാവ് കുഴയ്ക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരുപാട് വേണ്ട, അതിൻ്റെ ആവശ്യത്തിന്. നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ കുറേശ്ശെ നമ്മൾ മാവിട്ട് അതിൻ്റെ പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. എനിക്ക് സാധാരണ വെള്ളം ഒഴിച്ച് നമ്മൾ മാവിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതിനേക്കാളും എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിലാണെന്ന് എനിക്ക് തോന്നി. ഞാനിത് കണ്ടത് നമ്മുടെ ദുബായിലുള്ള ഒരു ചേച്ചി, വീണാസ് കിച്ചൺ എന്നാണെന്ന് തോന്നുന്നു. ആ ചേച്ചി ചെയ്യുന്ന കണ്ടാണ് ഞാനിത് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ ഞാൻ ചപ്പാത്തിക്കാണേലും പൂരിക്കാണേലും ഇങ്ങനെ ഞാൻ കുഴയ്ക്കാറുള്ളൂ. നമുക്ക് അത് മൊത്തം കുഴച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പം പൂരിക്ക് വേണ്ടിയുള്ള മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നോക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് പൂരി തയ്യാറാക്കാം. പൂരി നന്നായി ഇങ്ങനെ നമുക്ക് ഓരോ പൂരിയും ചുട്ടെടുക്കാം. ഇല്ല, നമുക്ക് ഓരോ പൂരിയും ചുട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ പൂരി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. ഒരു കാര്യം പറയാൻ മറന്നു, ഈ പൂരിയുടെ കൂടെ തയ്യാറാക്കിയിരിക്കുന്ന മുട്ട മപ്പാസ് കറിയാണ് കേട്ടോ.